ഹായ് എവരിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനാൻഷ്യൽ എലമെൻസിനെ കുറിച്ചാണ്. ഫൈനാൻഷ്യൽ എലമെൻസിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് റെക്കഗ്നിഷൻ ഓഫ് ഫൈനാൻഷ്യൽ എലമെൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ് IFRS, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോഡി IASBയെ കുറിച്ച് പഠിച്ചു. റോൾ ഓഫ് IASB ഇൻ ഡെവലപ്പിംഗ് IFRS. ഇത്രയും കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് ഫൈനാൻഷ്യൽ എലമെൻസ്? Financial elements are the important part of conceptual framework. Some elements are directly related to the measurement of the financial position. Other elements are directly related to the measurement of financial performance. ചില ഫൈനാൻഷ്യൽ എലമെൻസുകൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എലമെൻസ് എന്ന് പറയുന്നത് കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ്. അതിൽ തന്നെ ചില ഫൈനാൻഷ്യൽ എലമെൻസുകൾ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷനെ കാണിക്കുന്നതും മറ്റ് ചിലത് അതേതെല്ലാം എന്ന് നമുക്ക് ക്ലാസ്സുകളിൽ പഠിക്കാം. ചില എലമെൻറ്റുകൾ അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് ഓരോ പീരിയോഡിക്കിലും ആ ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ കാണിപ്പിക്കുന്നതുമാണ്. അപ്പോൾ financial position or financial elements simply mean the elements of financial statements. Financial elements are the elements from which financial statement or other forms of financial reports are to be constructed. ഒരു ഫൈനാൻഷ്യൽ എലമെൻറ്റ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലെ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ അതെങ്ങനെയാണോ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനുള്ളിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കുമ്പോൾ അല്ലെങ്കിൽ അതർ ടൈപ്സ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടുകൾ നമ്മുടെ കമ്പനിയുടെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഫൈനാൻഷ്യൽ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ ഉള്ളടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ് സിംപ്ലി മീൻ എലമെൻറ്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളിലെ എലമെൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈനാൻഷ്യൽ എലമെൻറ്റ്. എന്തൊക്കെയാണ് ഫൈനാൻഷ്യൽ എലമെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് നോക്കാം. ദ ഇമ്പോർട്ടൻറ്റ് ഫൈനാൻഷ്യൽ elements prescribed by the International Accounting Standard Board are assets, liabilities, equity, income and expenses. നമ്മൾ ഫൈനാൻഷ്യൽ എലമെൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് തയ്യാറാക്കിയിട്ടുള്ള മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ എലമെൻറ്റ്സ് ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് അസറ്റ്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഇതിൽ ഫസ്റ്റ് ത്രീ അഥവാ അസറ്റ്സ്, ലയബിലിറ്റീസ്, ഇക്വിറ്റി ആർ റിലേറ്റഡ് ടു ദി ബാലൻസ് ഷീറ്റ്. അത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആൻഡ് ദ ലാസ്റ്റ് ടു ആർ റിലേറ്റഡ് ടു ദി ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അഥവാ അസറ്റും ലയബിലിറ്റീസും ഇക്വിറ്റിയും ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ്. ആ കമ്പനിയുടെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊസിഷൻസ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതാണ് നമ്മളെന്ത് ഫസ്റ്റ് ത്രീ എലമെൻറ്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ എലമെൻറ്റ്സ്. രണ്ടാമത് ഇൻകം ആൻഡ് എക്സ്പെൻസസ്. അത് ആ ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ സാധൂകരിക്കുന്നതാണ്. ദ ടു എലമെൻറ്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി മെഷർമെൻറ്റ് ഓഫ് പെർഫോമൻസ്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് ഡെഫിനിഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഓരോന്നിൻ്റെയും
ഡെഫിനിഷൻസ് നോക്കാം. അസറ്റ്സിനെ കുറിച്ച് എന്താണ് പറയുന്നത്, ലയബിലിറ്റി, ഇക്വിറ്റി, ഇൻകം ആൻഡ് എക്സ്പെൻസസ്. ഓരോന്നിനെയും വേർതിരിച്ച് പഠിക്കാം. അസറ്റ്സ്. Assets are resources controlled by an entity as a past events from which future economic benefits are expected to follow the entity. ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ഒന്നാണ് അസറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അസറ്റ്സ് ആർ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി. ആ എൻറ്റിറ്റിയാണ്, ഒരു ബിസിനസ് സ്ഥാപനം തന്നെയാണ്, ഓണേഴ്സ് തന്നെയാണ് അസറ്റിനെ ആ ഒരു റിസോഴ്സസിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? പാസ്റ്റ് ഇവൻറ്റിനെയും ഫ്രം വിച്ച് ഫ്യൂച്ചർ എക്കണോമിക് ബെനിഫിറ്റ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി എൻറ്റിറ്റി. നെക്സ്റ്റ്, ഇനി നമ്മൾ പറയുന്ന ഈ 5 എലമെൻസിനെ കുറിച്ചും വളരെ കൃത്യമായിട്ട് അറിയുന്ന, അസറ്റ് എന്താണ്, ലയബിലിറ്റി എന്താണെന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരാണ് നമ്മൾ. ജസ്റ്റ് ഒന്ന് വായിച്ച് പോവുകയാണ്. ലയബിലിറ്റീസ് ആർ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ ഓഫ് എൻറ്റിറ്റി അറൈസിങ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്. നമ്മളുടെ കഴിഞ്ഞ കാലത്തെ പെർഫോമൻസിനനുസൃതമായിട്ടാണ് നമുക്ക് ലയബിലിറ്റി, ഒരു കമ്പനിക്ക് ലയബിലിറ്റി വരുന്നത്, അല്ലേ? അപ്പോൾ ആ ഒരു എൻറ്റിറ്റിക്ക് വരും. ദ സെറ്റിൽമെൻറ്റ് ഓഫ് വിച്ച് ഈസ് എക്സ്പെക്റ്റഡ് ടു റിസൾട്ട് in outflow from the entity of resource embedding economic benefit. അതിൻ്റെ ആ ഒരു ലയബിലിറ്റി നമ്മൾ മറികടക്കുന്നത്, അല്ലെങ്കിൽ സെറ്റിൽമെൻ്റ് ഒക്കെ ചെയ്യുന്നത് ഭാവിയിൽ വരുന്ന നമ്മുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന എക്കണോമിക് ബെനിഫിറ്റിൽ നിന്നാവാം. അപ്പം ലയബിലിറ്റി എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാനുള്ള ഒരു സംഭവമായിട്ട് നിൽക്കുന്നതാണ്, അല്ലേ? ഇനി നെക്സ്റ്റ് ഇസ് ഇക്വിറ്റി. എന്താണ് ഇക്വിറ്റി? ഇക്വിറ്റി ഈസ് ദ റെസിഡ്യുവൽ ഇൻട്രസ്റ്റ് ഇൻ ദ അസറ്റ് ഓഫ് ആൻ എൻറ്റിറ്റി ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ആൾ ഓഫ് ഇറ്റ്സ് ലയബിലിറ്റീസ്. ഇക്വിറ്റി എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള ലയബിലിറ്റീസും നമ്മൾ കൊടുത്തതിന് ശേഷമുള്ള ഒന്നാണ് ഇക്വിറ്റി. ഇക്വിറ്റി ഈസ് അതർവൈസ് നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റിയെ നമ്മൾ ആ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടായിട്ട് ലാഭം വയ്ക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും ദ എബവ് എലമെൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ നേരത്തെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈനാൻഷ്യൽ എലമെൻറ്റ്സിൽ പറഞ്ഞു. ഈ 3 എലമെൻറ്റിനെയും നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ദ എബവ് എലമെൻറ്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആർ ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി മെഷർമെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻകം. എന്താണ് ഇൻകം എന്നുള്ളതാണ്? Income is the increase in economic benefit during the accounting period in the form of inflows or enhancement of assets, decrease of liabilities that result in an increase in equity. ഇൻകം എന്ന് പറയുന്നത് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാഭത്തെയാണ്, അല്ലെങ്കിൽ ചെലവിനേക്കാളും കൂടുതൽ വരുന്നതിനെയാണ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോഴേ ആ ഒരു കമ്പനിക്ക് അതിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻകം ഈസ് ദ ഇൻക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പീരീഡ് ഇൻ ദ ഫോം ഓഫ് എങ്ങനെയൊക്കെയാണ്? ഇൻഫ്ലോ ഓർ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ്. ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായിരിക്കുക, അതോടൊപ്പം അല്ലെങ്കിൽ എൻഹാൻസ്മെൻറ്റ് ഓഫ് അസറ്റ്. അതോടൊപ്പം തന്നെ ലയബിലിറ്റിയിൽ ഡിക്രീസ് ചെയ്യുക, ഡിക്രീസ് ഓഫ് ലയബിലിറ്റീസ് ദാറ്റ് റിസൾട്ട് ഇൻ ആൻ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി. ഹവർ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ കോൺട്രിബ്യൂഷൻ ഫ്രം ഇക്വിറ്റി പാർട്ടിസിപ്പൻറ്റ്. ഇൻകം കംപ്രൈസസ് ബോത്ത് റവന്യൂ ആൻഡ് ഗെയിൻസ്. Revenue arises in the normal course of activity. Gain includes those rising the disposal of non-current asset. Income also include unrealized gains such as gains on valuation on marketable securities. ഇതാണ് ഇൻകം എന്ന് പറയുന്നത്. ഇനി എക്സ്പെൻസ്. അപ്പോൾ വിപരീതമായിട്ട്, അല്ലേ? എക്സ്പെൻസ് എന്ന് പറയുന്നത് എക്സ്പെൻസസ് ആർ ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ്. എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കമ്പനിയുടെ എക്കണോമിക് ബെനിഫിറ്റിനെ കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? എക്സ്പെൻസ് എന്ന് പറയുന്നത്. നമ്മുടെ കമ്പനിയുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനും അതോടൊപ്പം തന്നെ പ്രവർത്തനത്തിനും വേണ്ടിയിട്ട് നമ്മൾക്ക് വരുന്ന ചെലവുകൾ
അതിനെയാണ് നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടിങ് പീരീഡ് എക്സ്പെൻസസ് ആർ ഡിക്രീസ് ഇൻ എക്കണോമിക് ബെനിഫിറ്റ് ഡ്യൂറിങ് ദ അക്കൗണ്ട് പീരീഡ് ഇൻ ദ ഫോം ഓഫ് ഔട്ട്ഫ്ലോ ഓർ ഡിപ്ലീഷൻ ഓഫ് അസറ്റ്. ഔട്ട്ഫ്ലോയുടെ ക്യാഷ് ഔട്ട്ഫ്ലോയുടെ തരത്തിലാണ് നമ്മൾക്ക് എന്ത് വരുന്നത്, എക്സ്പെൻസുകൾ അഥവാ എക്കണോമിക് ബെനിഫിറ്റുകൾ ഡിക്രീസ് ചെയ്യുന്നത്. ഡിപ്ലീഷൻ ഓഫ് ഓർ incurrence of liabilities that result in decrease in equity. However, this do not include the distribution made by the equity participants. Expenses include losses also. ഈ രണ്ട് എലമെൻറ്റുകൾ അഥവാ ഇൻകവും എക്സ്പെൻസസും എന്താണ്? The above two elements of financial statement are directly related to the measurement of performance. ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്? ഇൻകവും എക്സ്പെൻസും. ഓക്കെ, ദ ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ എൻറ്റിറ്റി ഈസ് പ്രസൻറ്റഡ് ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം. ഫിനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം. This consists of income statement and the statement of other comprehensive income. നമ്മൾ ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എ ഓർഗനൈസേഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് പ്രസൻറ്റ് ചെയ്യുന്നത് എന്തിലാണ്? ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റിലും ആണ്. ദിസ് കൺസിസ്റ്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. ഇൻസ്റ്റെഡ് ഓഫ് പ്രിപ്പയറിംഗ് ടു separate statement, it may be prepared on one statement, that is statement of comprehensive income, but in two sections. അപ്പോൾ ഒരു കമ്പനിയുടെ പെർഫോമൻസിനെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്നതാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇത് രണ്ടെണ്ണം ഉണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അതർ കോംപ്രഹെൻസീവ് ഇൻകം. അത് രണ്ടും ഒരുമിച്ച് തയ്യാറാക്കുന്നതിനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് കോംപ്രഹെൻസീവ് ഇൻകം എന്ന് പറയുന്നത്. പക്ഷേ രണ്ട് സെക്ഷനിലായിട്ടായിരിക്കും നമ്മളത് തയ്യാറാക്കുന്നത്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ആർ ദ ഫണ്ടമെൻ്റൽ മെറ്റീരിയൽ ഓഫ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അസറ്റ്സും ലയബിലിറ്റീസും എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് എന്നുള്ളത്. Income and expenses are merely names given to changes in the fundamental item. നെക്സ്റ്റ് നമ്മൾക്ക് പഠിക്കാനുള്ളത് റെക്കഗ്നിഷൻ ഓഫ് എലമെൻറ്റ്സ്. റെക്കഗ്നിഷൻ ഓഫ് എലമെൻറ്റ്സ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇനീഷ്യൽ റെക്കഗ്നിഷൻ. എന്താണ് അതിൻ്റെ മീനിങ്? ഈ റെക്കഗ്നിഷൻ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? റെക്കഗ്നിഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ആൻ ഐറ്റം ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എ ട്രാൻസാക്ഷൻ ക്യാൻ ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് ഓൺലി വെൻ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്. റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എന്ത്? ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷേ ആ ഒരു ട്രാൻസാക്ഷൻ ക്യാൻ ബി റെക്കോർഡ് ഇൻ ദ ബുക്ക് ഓൺലി വെൻ ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ്. ഇത് എവിടെയാണോ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് ആ ഒരു ട്രാൻസാക്ഷൻ, അവിടെ മാത്രമാണ്, ആ ഒരു ബുക്കിൽ മാത്രമാണ് ഇതെന്ത് ചെയ്യേണ്ടത്? റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. Recognition is the process of incorporating in the statement of financial position or statement of comprehensive income an item that meets the definition of an element satisfying criteria for recognition. Elements should be recognized in the financial statement only it is probable that future economic benefit associated with the item or from the entity. The item has a cost or value that can be measured with a reliability. Okay. ഇനി recognition criteria or principles of asset. ഇനി ഓരോന്നിനെയും റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ, അതായത് അസറ്റ്സ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്,
ലയബിലിറ്റീസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്, റവന്യൂ, എക്സ്പെൻസ്, അതർ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾസ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കുന്നത്. അസെറ്റ്. In order for an asset to be recognized in the financial statement, it must meet the definition laid down in the IASB framework. ഒരു അസെറ്റ് റെക്കോർഡ് ചെയ്യപ്പെടണം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് ചെയ്യപ്പെടേണ്ടത് IASB ഫ്രെയിംവർക്ക് പ്രകാരമായിരിക്കണം എന്നതാണ്. അപ്പോൾ IASB എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് നമ്മൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് അനുസൃതമായിട്ടാണ് ആ ഒരു അസെറ്റ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ആ ഒരു ഡെഫിനിഷൻ പറയുന്നത് എങ്ങനെയാണ്? റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദ എൻറ്റിറ്റി ആൻഡ് ഓർഗനൈസേഷൻ as a result of past event and from future economic benefit are expected to follow the entity. Apart from the meeting above definition, the framework has advised following recognition criteria. ഈ ഒരു ഡെഫിനിഷൻ പറയുന്നത് പ്രകാരം, അഥവാ IASB പറയുന്നത് അസെറ്റുകൾ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ റിസോഴ്സ് കൺട്രോൾഡ് ബൈ ദി entity organization as a result past ഇവൻറ്റിൽ നിന്ന് നമ്മൾക്ക് കിട്ടുന്ന എക്കണോമിക് ബെനിഫിറ്റുകളും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് വരാൻ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബെനിഫിറ്റുകളും മുൻനിർത്തിയായിരിക്കണം എന്നുള്ളതാണ്. അപ്പാർട്ട് ഫ്രം ദ മീറ്റിംഗ് ദ എബവ് ഡെഫിനിഷൻ, ആ എബവ് ഡെഫിനിഷൻ പ്രകാരം നമ്മൾ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളത് രണ്ട് പോയിന്റിലായിട്ട് പറയുന്നു. ദ ഇൻഫ്ലോ ഓഫ് ഇക്കണോമിക് ബെനിഫിറ്റ് ടു ആൻ എൻറ്റിറ്റി ഈസ് പ്രോബബിൾ. ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ് ടു ആൻ എൻറ്റിറ്റി അല്ലേ, അത് നമ്മുടെ ഇൻഫ്ലോ, നമ്മൾക്ക് ക്യാഷ് വരുന്നതിനെ കുറിച്ച് ദ കോസ്റ്റ് ഓർ വാല്യൂ ക്യാൻ ബി മെഷേർഡ് റിലയബിളി. ഈ ഒരു പോയിന്റ് പ്രകാരമായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അസറ്റിനെ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ്. വിത്ത് regard to the first criterion, it makes sense only recognize an asset if the benefits from its use or sale are likely. ഇത് പ്രകാരം ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, അത് ആ ഒരു അസെറ്റ് യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾക്ക് എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് സെയിൽ ചെയ്യുന്നതോടുകൂടി എക്കണോമിക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ, അത് പ്രകാരമാണ് അത് റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത്. ദ സെക്കൻഡ് ടെസ്റ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് അസെറ്റ് that can be measured objectively. For instance, how does a person place a value for something subjective, such as customer loyalty or dedicated employee? രണ്ടാമത് പ്രകാരം നമ്മൾ ഗുഡ്വിൽ ഒരു അസറ്റാണെന്ന് പറയാറുണ്ട് അല്ലേ. അതുപോലെ നമ്മൾ ആ ഒരു വാല്യൂ നൽകുന്നതിനനുസൃതമായിട്ടാണ് മെഷേർഡ് ഒബ്ജക്റ്റീവ്ലി. നമ്മൾ എത്രത്തോളം, ഹൗ ഡസ് എ പേഴ്സൺ പ്ലേസ് എ വാല്യൂ ഫോർ സംതിങ് സബ്ജക്റ്റീവ്. ഇത്രയാണ് അസറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഇസ് റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ ഓഫ് ലയബിലിറ്റി. In order for a liability to be recognized in the financial statement, it must meet the following definition provided by the framework. The outflow resources embodying economic benefit, such as cash from the entity, is probable. A liability is a present. രണ്ടാമതായിട്ട് പറയുന്നത് the cost or value of the obligation can be measured reliability. ഇത്രയാണ് ലയബിലിറ്റിയിൽ പറയുന്നത്. ഔട്ട്ഫ്ലോ നേരെ തിരിച്ചാണ്. നേരത്തെ പറഞ്ഞത് നമ്മൾ ഇൻഫ്ലോയെ കുറിച്ചാണ്. ഇറ്റ് ഈസ് ലോജിക്കൽ ടു റെക്കഗ്നൈസ് ലയബിലിറ്റി ഓൺലി ഇഫ് ഇറ്റ് ഈസ് ലൈക്ലി ദാറ്റ് ദ എൻറ്റിറ്റി വിൽ ബി റിക്വയർഡ് ടു സെറ്റിൽ ഇറ്റ്. അപ്പോൾ ലയബിലിറ്റിയെ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് അതിൻ്റെ ഔട്ട്ഫ്ലോ റിസോഴ്സ് എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയാണ് അത് കൊടുത്തു കിട്ടുന്നത് എന്നിങ്ങനെ കാര്യങ്ങൾ നോക്കിയായിരിക്കും. നെക്സ്റ്റ് ഇസ് റവന്യൂ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയ.
Economic benefit increases and thereby equity increases in the form of inflow. Asset increases or liability decreases, resulting in increase in equity. Revenue does not include contribution made by equity participant. റവന്യൂ റെക്കഗ്നിഷൻ ക്രൈറ്റീരിയയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ എക്കണോമിക് ബെനിഫിറ്റ് ഇൻക്രീസസ് ആൻഡ് ദർ ബൈ ഇക്വിറ്റി ഇൻക്രീസസ് ഇൻ ദ ഫോം ഓഫ് ഇൻഫ്ലോ. എക്കണോമിക് ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യും, അതോടൊപ്പം തന്നെ ഇക്വിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അസറ്റ് ഇൻക്രീസസ് ആൻഡ് ലയബിലിറ്റി ഡിക്രീസസ്, റിസൾട്ടിങ് ഇൻ ഇൻക്രീസ് ഇൻ ഇക്വിറ്റി. റവന്യൂ എങ്ങനെയാണ് നമ്മൾ റെക്കഗ്നീഷൻ ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ക്രൈറ്റീരിയയാണ് നമ്മൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ എക്കണോമിക് ബെനിഫിറ്റുകൾ ഇൻക്രീസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഇൻക്രീസ് ചെയ്യുക. അവിടെ നമ്മൾ റവന്യൂ ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അസറ്റ് ഇൻക്രീസ് ചെയ്യുക, ലയബിലിറ്റി ഡിക്രീസ് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് അവിടെ റവന്യൂ ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മൾ റവന്യൂയെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്, തിരിച്ചറിയേണ്ടത് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഈസ് എക്സ്പെൻസ്. എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ എക്കണോമിക് ബെനിഫിറ്റുകൾ ഡിക്രീസ് ചെയ്യും, അതോടൊപ്പം തന്നെ ആസ് എ റിസൾട്ട് ഡിക്രീസ് ഇൻ ആൻ അസറ്റ്. എക്കണോമിക് ബെനിഫിറ്റ് കുറയുന്നത് കൊണ്ട് തന്നെ അവിടെ അസറ്റിൽ ഡിക്രീസ് സംഭവിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് എക്കണോമിക് ബെനിഫിറ്റ് ഡിക്രീസ് ചെയ്യും, അതോടൊപ്പം തന്നെ ആസ് എ റിസൾട്ട് ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. ലയബിലിറ്റി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെൻസിനെ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. 4 പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് അതർ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് അതർ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾസ്? We have discussed the recognition criteria for the various financial elements to be recognized in the financial statement. Apart from this criteria, there are some other principles recognition. നമ്മളിപ്പോൾ കുറച്ച് ഒരുപാട്, അതായത് അസറ്റിൻ്റെ ക്രൈറ്റീരിയ എങ്ങനെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിച്ചു. അതിൽ നമ്മൾ പറഞ്ഞു ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ് ടു എൻറ്റിറ്റീസ് പ്രോബബിൾ, the cost or value are to be measured reliably എന്നൊക്കെ. അതുപോലെ ലയബിലിറ്റിയുടേത് പഠിച്ചു, റവന്യൂ പഠിച്ചു, എക്സ്പെൻസ് പഠിച്ചു. അതുകൂടാതെ ചിലതാണ്. അപ്പാർട്ട് ഫ്രം ദിസ് ക്രൈറ്റീരിയ ദർ ആർ സം അതർ പ്രിൻസിപ്പിൾസ് ഓഫ് റെക്കഗ്നിഷൻ. വൺ ഈസ് റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ. അക്കോർഡിംഗ് ടു റവന്യൂ റെക്കഗ്നിഷൻ പ്രിൻസിപ്പിൾ, അത് പ്രകാരം റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ എ സെയിൽ ഈസ് മെയ്ഡ് ഓർ എ സർവീസ് റെൻഡഡ് ടു കസ്റ്റമർ. അവിടെ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്നത്, തിരിച്ചറിയുന്നത് ഒരു സെയിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു സർവീസ് ഒരു കസ്റ്റമർക്ക് നൽകുമ്പോഴാണ് അവിടെ എന്ത് വരുന്നത്, റവന്യൂ. വെദർ ഇറ്റ് ഈസ് ക്യാഷ് സെയിൽ, എ ക്രെഡിറ്റ് സെയിൽ ഓർ ഇൻസ്റ്റാൾമെൻറ്റ്. അത് ചിലപ്പോൾ ക്യാഷ് സെയിലിനായാലും ക്രെഡിറ്റ് സെയിലിനായാലും ഇൻസ്റ്റാൾമെൻറ്റ് സെയിലിനായാലും നമ്മൾ എന്ത് ചെയ്യുന്നു. This means that a revenue realization does not necessarily mean the revenue must be realized in cash. നമ്മൾ അവിടെ റവന്യൂ ആയി, പക്ഷേ ഇതെന്ത് ക്യാഷിന് മാത്രം സെയിൽ നടന്നാൽ മാത്രമാണ് അവിടെ റവന്യൂ വരുന്നത് എന്നുള്ളതല്ല. എങ്ങനെയായാലും ക്രെഡിറ്റ് സെയിലായാലും ഇൻസ്റ്റാൾമെൻറ്റ് സെയിലായാലും നടന്നാൽ മതി എന്നുള്ള. ദിസ് മീൻസ് ദാറ്റ് എ റവന്യൂ റിയലൈസേഷൻ ഡസ് നോട്ട് നെസസറിലി മീൻ ദാറ്റ് revenue must be realized in cash. If a firm transfer or sell goods in March and receives cash in May, revenue will be considered as earned or realized in March when the goods were transferred. ഒരു കമ്പനി, ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഒരു കമ്പനി മാർച്ച് മാസത്തിലാണ് അവരുടെ ഗുഡ്സ് അല്ലെങ്കിൽ അവരുടെ സർവീസ് റെൻഡർ ചെയ്യുന്നത്, പക്ഷേ ക്യാഷ് റിസീവ് ചെയ്യുന്നത് മെയ് മാസത്തിലാണെങ്കിൽ ആ ഒരു റവന്യൂ കൺസിഡർ ചെയ്യേണ്ടത്, നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് മാർച്ച് മാസത്തിലാണ്. ആ അക്കൗണ്ടിങ് പീരീഡിൻ്റെ മാറ്റത്തെ ആണ് ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് നമുക്കറിയാം
മാർച്ച് മാസത്തിൽ നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന മാസമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടേണ്ടത് മാർച്ചിലാണ് എന്നുള്ളതാണ്. IFRS given criterion, certain criteria for identifying the critical event of recognizing revenue of the sale of goods. There are IFRS ഇതിന് ചില ക്രൈറ്റീരിയകൾ നൽകുന്നുണ്ട്. ഫസ്റ്റ് വൺ, റിസ്ക് ആൻഡ് റിവാർഡ്സ് ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദി ബയ്യർ. റിസ്ക്കും അതുപോലെ തന്നെ റിവാർഡ്സും ഹാവ് ബീൻ ട്രാൻസ്ഫേർഡ് ഫ്രം ദ സെല്ലർ ടു ദി ബയ്യർ. സെല്ലറിൽ നിന്ന് ബയ്യറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളതാണ്. ദസ് രണ്ടാമതായിട്ട് പറയുന്നത്, ദ സെല്ലർ ഹാസ് നോട്ട് കൺട്രോൾ ഓവർ ദ ഗുഡ്സ് സോൾഡ്. സെല്ലർക്ക് സോൾഡ് വിറ്റ് കഴിഞ്ഞ ഗുഡ്സിൻ്റെ പേരിൽ യാതൊരുവിധ കൺട്രോളും ഉണ്ടായിരിക്കില്ല. മൂന്നാമതായിട്ട് പറയുന്നത്, കളക്ഷൻ ഓഫ് പേയ്മെൻറ്റ് ഈസ് റീസണബിളി അഷ്യൂർഡ്. നാലാമത്, ദ എമൗണ്ട് ഓഫ് റവന്യൂ ക്യാൻ ബി റീസണബിളി മെഷേർഡ്. എമൗണ്ട് ഓഫ് റവന്യൂ നമ്മൾ എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. കോസ്റ്റ് ഓഫ് ഏണിംഗ് ദ റവന്യൂ ക്യാൻ ബി റീസണബിളി മെഷേർഡ്. Another principle of recognition is that entity has prepared financial statement, expect or cash flow information or using the actual basis of account. ഇത്രയാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. താങ്ക് യു.